നമസ്കാരം. ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല. ഞാനൊക്കെ 1990-ലാണ് 10ാം ക്ലാസ് എഴുതിയത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തെ മാഷുമാരുടെ കയ്യിൽ ഒരു ചൂരലുണ്ടാവുമായിരുന്നു. ആ ചൂരൽ കൊണ്ട് അടിക്കുമ്പോൾ വേദനിക്കുന്നതിലല്ല, അതിൽ ഒരു അടി കിട്ടുമ്പോൾ അതിലൊരു അപമാനം, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അടി വാങ്ങുമ്പോൾ ഉള്ള ഒരു ജാള്യത ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് നന്നായിരുന്നു. ഞാനിതിപ്പോൾ പറയാൻ കാരണം എന്തെന്നറിയാം. തേങ്ങ പൊളിക്കാൻ എന്ന് പറഞ്ഞ അയൽപക്കത്തു നിന്ന് ഒരു കുടുവാള് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഏക മകനായ ആഷിഖ് എന്ന് പറഞ്ഞ 24-കാരൻ സ്വന്തം ഉമ്മാനെ, സുബൈദ എന്ന ആ മധ്യവയസ്സ് കഴിഞ്ഞ അവരെ വെട്ടിക്കൊന്ന ഒരു വാർത്ത കണ്ടിട്ടാണ്. ഞാൻ എൻ്റെ പല വീഡിയോകളിലും, സൈക്കോളജിക്കൽ വീഡിയോകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ ഒരല്പം കരുതി തന്നെ വളർത്തണം എന്നുള്ളത്. പണ്ടുള്ളവർ പറയാറുണ്ട്, ഒന്നുണ്ടെങ്കിൽ ഒലക്കയ്ക്ക് തല്ലി വളർത്തണം. ഞാൻ ഒലക്കയ്ക്ക് തല്ലണമെന്നല്ല പറയുന്നത്. അതിൻ്റെ ചൊല്ലിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാവൂ, കൊടുക്കേണ്ടത് കൊടുക്കണം എന്നാണ്. എന്നാലേ ശരിയാവൂ എന്നാണ്. അന്ന് വൈകുന്നേരം ഒരു 7 മണിയായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി വരും. വൈകുന്നേരത്തെ ഫുഡ് വീട്ടിൽ നിന്നാ 7 മണി, പരമാവധി 7 മണി, കാര്യം 8 മണിയൊക്കെ ആകുമ്പോൾ ആൾക്കാർ ഉറങ്ങും. ഉച്ചക്കലത്തെ ഭക്ഷണം ഒരുപക്ഷെ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോകും. രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകും. ഇനി അഥവാ ഭക്ഷണം കഴിക്കുന്നെങ്കിലും ഉച്ചത്തെ ഭക്ഷണം മാത്രമേ ഹോട്ടലിൽ നിന്ന് കഴിക്കുള്ളൂ. വൈകുന്നേരത്തെ ഭക്ഷണം വീട്ടിൽ നിന്ന് 6 മണി 7 മണിയാകുമ്പോൾ വീട്ടിനുള്ളിൽ കയറിയിരിക്കണം. 8 മണി 8:30 മണിയാകുമ്പോൾ ഉറക്കം. പിന്നെ അന്തിക്ക് കറക്കമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ കാലം മാറി കുറേ കാലം കഴിഞ്ഞപ്പോൾ രാവിലെ വെച്ചുണ്ടാക്കി കൊടുക്കാൻ മാതാപിതാക്കൾക്ക് മടി. ഉച്ചയ്ക്ക് അവരെങ്ങോട്ടെങ്കിലും പോയി കഴിച്ചോളും. വൈകുന്നേരം അവർക്ക് തോന്നുമ്പോൾ കയറി വന്നോളും. വരുമ്പോൾ കഴിച്ചോടാ, കഴിച്ചു. എന്ത് കഴിച്ചു, എവിടെ നിന്ന് കഴിച്ചു, ചോദ്യമൊന്നുമില്ല. എന്നെ പഠിപ്പിച്ചിട്ടുള്ള, മലയാളം പഠിപ്പിച്ച ആനന്ദസുമ ടീച്ചറും കെമിസ്ട്രി പഠിപ്പിച്ചിട്ടുള്ള രമണ സാറും, അതേപോലെ കലാവതി ടീച്ചറും വിശ്വംഭര സാറും ഉണ്ണികൃഷ്ണൻ സാറും പൊന്നയ്യ സാറും അടക്കമുള്ള വലിയ ഒരു ഭാഗം, പേര് പറയുകയാണെങ്കിൽ ഒത്തിരി അധികം പേരുടെ പേര് പറയാനുണ്ട്. ഈ കഴിഞ്ഞ ഏതാണ്ട് 1 വർഷം മുമ്പ് ഞാൻ ചിതറയിൽ പോയി. ചിതറ എന്ന് പറയുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഈ പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ഒരു സമ്മേളനത്തിൽ സംസാരിക്കാൻ പോയിരുന്നു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആ വേദിയിൽ ഈ അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ സംസാരം കഴിഞ്ഞ ശേഷം ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ കണ്ടു. അവരെയൊക്കെ ഓർമ്മിക്കുന്നതിൽ വളരെ സന്തോഷം അവർ പ്രകടിപ്പിച്ചു. എന്താണെന്നറിയാം, അന്നത്തെ കാലത്ത് ഈ അധ്യാപകർ നമ്മുടെ തല്ലിയ തല്ലും അതുപോലെ ചീത്ത പറഞ്ഞ ആ ഒരു ദമ്മും ഒക്കെയാണ്. അവരോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ ഇന്നും നമ്മൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് അവർ 2 എണ്ണം ചന്തിക്കിട്ട് തന്നതുകൊണ്ട്, നല്ല രീതിയിൽ അവർ വഴക്ക് പറഞ്ഞതുകൊണ്ട് ഇന്ന് സാബു കൊട്ടോട്ടി എന്ന ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അറിയപ്പെടുന്ന ഒരു ഫാമിലി കൗൺസിലറായി പ്രവർത്തിക്കുന്നു. പിന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്രസംഗ തൊഴിലാളിയായി അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയായി ഒക്കെ തുടരുന്നു. ചില്ലറ ഓൺലൈൻ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നു. പല കമ്പനികളുടെ മെൻറ്ററായി വർക്ക് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നു. ഒരുപക്ഷെ അന്നവർ വടിയെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരിക്കും. എങ്ങോട്ടാ പോകാമെന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലം മോശമാണ്. ഇന്ന് കുട്ടികളെ ഒന്ന് വടിയെടുക്കാൻ പറ്റില്ല, ഒന്ന് നോക്കാൻ പറ്റില്ല, ഒന്ന് തൊടാൻ പറ്റില്ല. വല്ലാത്ത നിയമങ്ങളാണെന്നുള്ളത്. ഈ നിയമങ്ങൾ കാരണം, അതായത് ഞാൻ നിയമങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചറോട്, ഒരു അധ്യാപകനോട് ദേഷ്യമുണ്ടെങ്കിൽ എൻ്റെ വേണ്ടാത്തടുത്ത് പിടിച്ചു, അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ നോക്കി 12 സെക്കൻഡ് നോക്കി, പോക്സോയാണ്. ഒത്തിരി കള്ളപ്പോക്സോകളുണ്ട്. ഒത്തിരി കേസുകൾ വേറെ ഉണ്ട്. നമുക്കറിയാമല്ലോ, 80% കേസുകളും പോക്സോ കേസുകളും ഇതുപോലെ കള്ളക്കേസുകളാണ്. എന്തിനു വേണ്ടിയായി കേസ് കൊടുക്കണമെന്നറിയോ? സ്വന്തം മക്കൾ വഴിപഴിച്ചു പോകാതിരിക്കാൻ വേണ്ടി, അവരുടെ ചെറിയ ചെറിയ കുറ്റങ്ങൾ കാണുമ്പോൾ അവരെ ശാസിക്കുന്നത് കൊണ്ട്, അവരെ വഴക്ക് പറയുന്നത് കൊണ്ട്, ഒരു കുഞ്ഞടി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് കിഴുക്ക് കൊടുക്കുന്നത് കൊണ്ട് ആ മാതാപിതാക്കൾ ആ മക്കളുടെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകന്റെ പേരിൽ കേസ് കൊടുത്ത്, എൻ്റെ കുട്ടിയെ തൊടാനായോടാ നീ, അല്ലെങ്കിൽ തൊടാനായോടി നീ എന്ന മട്ടിൽ പെരുമാറുന്ന രക്ഷിതാക്കൾക്ക് കിട്ടുന്നൊരു മറുപടിയായത്. ഞാനിവിടെ ഈ മകൻ ഈ മാതാവിനെ വെട്ടിക്കൊന്നപ്പോൾ ആ മാതാവ് അങ്ങനെ പെരുമാറിയെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ബഹുഭൂരിപക്ഷം മാതാപിതാക്കളും മക്കളോടൊരു സ്നേഹം അങ്ങോട്ട് മൂത്തിട്ട് ഈ രീതിയിൽ ഇങ്ങോട്ട് പെരുമാറാണ്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒലക്കമേല നിയമവും, ഏത് പീഡന നിയമങ്ങൾ, സത്യം എന്താണ്, വസ്തുത എന്താണെന്ന് നോക്കാതെ ഈ കുട്ടികളെ
അവരെ നാളത്തെ ഒരു പൗരന്മാരാക്കി വളർത്താൻ വേണ്ടി ഇത്തരം ശിക്ഷണ നടപടികൾ പണ്ട് നമുക്ക് കിട്ടിയതുപോലെയുള്ള ചൂരൽ കഷായം മറ്റും എല്ലാം ആവശ്യമാണെന്നും ആ നാണവും മാനവും ഒക്കെയാണ് പിൽക്കാലത്ത് നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഴയ അധ്യാപന കാലം ഉണ്ടല്ലോ, അത് തിരിച്ചു കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതിലപ്പുറം വരും. കാരണം ഇത് ഡിജിറ്റൽ കാലമാണ്, വിരൽത്തുമ്പത്ത് ലോകമാണ്. അത്രയധികം ലോകം അറിയുന്നത് കൊണ്ട് തന്നെ അവരെ ബാല്യത്തിൽ തന്നെ മറ്റുള്ളവരെ ബഹുമാനിച്ചും ആദരിച്ചും പരിഗണിക്കേണ്ടടുത്ത് പരിഗണിച്ചും സഹായിക്കേണ്ടടുത്ത് സഹായിച്ചും തന്നെ പോണമെന്ന് പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രബോധവും പൗരബോധവും ദേശസ്നേഹവും ഒക്കെ ചൊട്ടയിലേ തന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടും. ഇപ്പോൾ മാതാവിനെ കൊന്നു, അറപ്പ് തീർന്നു, നാളെ അവൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും, അവനെ തൂക്കിക്കൊല്ലുന്നൊന്നും വിചാരിക്കണ്ട. കാരണം അപൂർവങ്ങളിൽ അപൂർവമായ കേസൊന്നും അല്ല ഇത്. അത് കഴിഞ്ഞ് ഗുണ്ടയായി ഇറങ്ങും. അത് ആ മാതാവിന് മാത്രമല്ല നാടിന് മുഴുവൻ ഒരു ശാപമാകുന്ന ഒരവസ്ഥയിലേക്കാണ് പോവുക. ലഹരിയാണ് ഇവിടെ. ലഹരി പോലീസിനും എക്സൈസിനും മറ്റുള്ളവർക്കും ഒക്കെ പണിയുണ്ട്, നല്ല പണിയുണ്ട്. പക്ഷെ ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അവർ അന്വേഷിക്കുന്നില്ല. അവസാന കണ്ണി ഈ ഉപഭോക്താക്കളിലേക്ക് ഇത് എത്തുന്നുണ്ടല്ലോ, ഇത് വാങ്ങി ഉപയോഗിക്കുന്നവരിലേക്ക് എത്തുന്ന അവരും ഈ ഉപയോഗിക്കുന്നവരും അവരും മാത്രമേ കുടുങ്ങുന്നുള്ളൂ. ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ആരും പറയുന്നുമില്ല, പിടിക്കുന്നുമില്ല. അങ്ങനെ യാതൊരു വാർത്തയും ഇവിടെ കാണുന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ സമൂഹത്തെ ഈ വിധത്തിൽ നശിപ്പിക്കുന്നത്, കൊലയാളികളാക്കുന്നത്, ലഹരിയുടെ അടിമകളാക്കി മാറ്റുന്നത് ഇവിടുത്തെ പോലീസ് സംവിധാനവും ഇവിടുത്തെ ഭരണ സംവിധാനവും ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനവും ഇവിടുത്തെ മറ്റ് നിയമ സംവിധാനവും ഒക്കെ തുല്യ പങ്കാളിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാനിത് പറയുമ്പോൾ നീ എന്തായി സാമൂഹ്യദ്രോഹം പറയുന്നത് എന്നൊരു പക്ഷെ ചോദിച്ചേക്കാം. പക്ഷെ ഒരുപാട് പ്രയാസമുണ്ട്. നമുക്കുണ്ട് മക്കള്. ആ മക്കളൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവർക്കൊരു ശാപമാകാതെ, അതായത് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാതെ അവർ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവായത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഒരു മാതാവിനെ, ആ മാതാവിൻ്റെ കയ്യിൽ അറിയാമല്ലോ, ഒന്ന് ചിന്തിച്ചു നോക്ക്. പ്രസവിച്ച് വീണ് അതിന് പാല് കൊടുക്കുന്ന സമയത്ത് അതിന് മുഖത്തേക്ക് നോക്കി ചിരിക്കും, വല്ലാത്ത മോണ നോക്കി ചിരിക്കും. അവരാ ചുണ്ടത്ത് മുത്തം കൊടുക്കും, അവരാ കാലിൽ മുത്തം കൊടുക്കും, ഇല്ലേ? അവർ ഏത് വിധത്തിലാണ് അതിനെ ലാളിക്കുന്നത് നമുക്കറിയാമല്ലോ. ആ ലാളന കൊടുക്കുമ്പോൾ അവരറിയുന്നുണ്ടോ ആ പിഞ്ചിളം കൈകൾ പിടിക്കുന്ന കൊടുവാള് കൊണ്ട് തൻ്റെ ജീവൻ ഇല്ലാതായി പോകാൻ പോവാണ്. അതായത് എൻ്റെ കാലനാണ് ഞാൻ ജനിപ്പിച്ചു വിട്ട ഈ കുഞ്ഞ് എന്ന് അവരെ അറിയുന്നില്ലല്ലോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ആ കുഞ്ഞ് എങ്ങനെ അവരുടെ കാലനായി? അത് അവരുടെ കുഴപ്പമാകാം, അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ കുഴപ്പമാകാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാം, ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ആകെ മോശമാണ്. സമൂഹത്തിൽ മുഴുവൻ ആൾക്കാരെയും വഴിപഴപ്പിക്കുന്ന രീതിയിലാണുള്ളത്. സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പറിലാണ് ഇവിടുത്തെ വിദ്യാഭ്യാസം. 10ാം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന, +2 കഴിഞ്ഞിറങ്ങുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി താൻ ആരാണ്, താൻ എന്താണ്, താൻ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു ബോധത്തോടുകൂടി ഇറങ്ങി വരുന്നുണ്ടോ? നല്ല മാർക്കുള്ള, വലിപ്പമുള്ള സർട്ടിഫിക്കറ്റുള്ള, ഫുൾ A+കളുള്ള കുട്ടികളായി ഇറങ്ങി വരും. പക്ഷെ എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനാകേണ്ടത്, ഒരു മനുഷ്യന്റെ സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കുന്നുണ്ടോ? അതൊന്നും പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിന് എന്താണ് പ്രസക്തി? ഇങ്ങനെ പഠിച്ചിട്ട് എന്താണ് ഗുണം? എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത്? ഇങ്ങനെ തന്നെ ജനിപ്പിച്ച, തന്നെ വളർത്തിയ, തന്നെ സംരക്ഷിച്ച തൻ്റെ മാതാവിനെ, തൻ്റെ പിതാവിനെ, തൻ്റെ സമൂഹത്തിനെ കൊന്നൊടുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ശാപമായിക്കൊണ്ട് ഈ ലോകത്ത് ആർക്കും വേണ്ടാതെ ചത്തൊടുങ്ങാൻ വേണ്ടിയിട്ടോ? Different angles. Don't forget to subscribe and support this channel.